ഹായ് ഫ്രണ്ട്സ്, കേരള യൂണിവേഴ്സിറ്റി BA BSc കാർക്ക് സെം 3യിൽ പഠിക്കാനുള്ള ടെക്സ്റ്റ് ബുക്കാണ് ഇംഗ്ലീഷ് ഫോർ കരിയർ. ഈ ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്ത് 2023 നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ 4 ഭാഗങ്ങളായാണ് ക്വസ്റ്റ്യൻസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതിലെ ആദ്യത്തെ ഭാഗമാണ് നമ്മളിവിടെ ഇപ്പോൾ നോക്കുന്നത്. Answer all the following questions. Follow the instructions given in the brackets wherever needed. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമെഴുതണം. ആവശ്യമുള്ള സ്ഥലങ്ങളിൽ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുക. ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓരോ ചോദ്യത്തിനും 1 മാർക്ക് വീതമാണ്. 10 ചോദ്യങ്ങളാണ് ഇവിടെയുള്ളത്. ആദ്യത്തെ ചോദ്യം നോക്കാം. The correct spelling of the word biscuit is dash. ഇവിടെ ബിസ്ക്കറ്റ് എന്ന വാക്കിൻ്റെ സ്പെല്ലിംഗ് തെറ്റിച്ച് കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ ശരിയായ സ്പെല്ലിംഗ് എന്താണ് എന്നതാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ശരിയായ സ്പെല്ലിംഗ് ഇവിടെ എഴുതി കൊടുക്കണം. ഇവിടെ കൊടുത്തിരിക്കുന്ന സ്പെല്ലിംഗ് BISCUT എന്നതാണ്. എന്നാൽ ശരിക്കുമുള്ള സ്പെല്ലിംഗ് നമുക്കറിയാം BISCUIT എന്നാണ്. അപ്പോൾ ആൻസർ BISCUIT. ഇനി രണ്ടാമത്തെ ചോദ്യം. The word that is the antonym of callous is dash. Callous എന്ന വാക്കിൻ്റെ ആന്റണിം ആയിട്ടുള്ള വാക്ക് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആന്റണിം എന്നാൽ വിപരീതം, ഓപ്പോസിറ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. കാലസിൻ്റെ മീനിങ് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ ഓപ്പോസിറ്റ് എഴുതാനായിട്ട് സാധിക്കൂ. കാലസ് എന്നാൽ ഇമോഷണലി ഹാർഡൻഡ് എന്നാണ്. അതായത് അല്പം കഠിന ഹൃദയനായിട്ടുള്ള എന്നുള്ള അർത്ഥമാണ് വരുന്നത്. മറ്റുള്ളവരുടെ വിഷമങ്ങൾ കണ്ടാലും മനസ്സലിയാത്ത എന്ന അർത്ഥമാണ് കാലസ് എന്ന വാക്കിന്. ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ കരുണയുള്ള, ദയുള്ള എന്നൊക്കെ അർത്ഥം വരുന്ന കൈൻഡ് അല്ലെങ്കിൽ കമ്പാഷനേറ്റ്, ഈ വാക്കുകളൊക്കെ നമുക്ക് പറയാവുന്നതാണ്. ഇനി അടുത്ത ചോദ്യം. ഗീവ് എ സിനണിം ഫോർ ദ വേർഡ് ഡിസെപ്റ്റീവ്. ഡിസെപ്റ്റീവ് എന്ന വാക്കിൻ്റെ സിനണിം ആയിട്ടുള്ളൊരു വാക്ക് പറയാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ സിനണിം എന്നാൽ എന്താണ്? പര്യായ പദമാണ്. അതായത് സെയിം മീനിങ് വരുന്ന വാക്ക്. ഡിസെപ്റ്റീവ് എന്നതിൻ്റെ അർത്ഥം അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കിത് പറയാൻ പറ്റൂ. ഡിസെപ്റ്റീവ് എന്ന് പറഞ്ഞാൽ വഞ്ചനാപരമായ, നമ്മളെ പറ്റിക്കുന്ന തരത്തിലുള്ള എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അതിൻ്റെ സിനണിമായിട്ട് നമുക്ക് എളുപ്പത്തിൽ പറയാവുന്നൊരു വാക്ക് മിസ്ലീഡിങ് എന്നതാണ്. മിസ്ലീഡിങ്. ഇനി നാലാമത്തെ ചോദ്യം. വാട്ട് ഈസ് ഡാഷ് ബ്രാക്കറ്റിൽ ബ്രീഡ് ഇൻ ദ ബോൺ വിൽ നോട്ട് വെയർ ഔട്ട് ഓഫ് ദ ഫ്ലഷ്. ബ്രാക്കറ്റിൽ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. യൂസ് ദ കറക്റ്റ് ടെൻസ് ഫോം ഓഫ് ദ വേർബ് ഇൻ ബ്രാക്കറ്റ്സ്. ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ള വേർബിൻ്റെ ശരിയായ ടെൻസ് ഫോം ഉപയോഗിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ അർത്ഥം അറിഞ്ഞില്ലെങ്കിൽ പോലും നമുക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ്. എങ്കിലും ഒന്ന് അർത്ഥം പറഞ്ഞേക്കാം. നമ്മുടെ മലയാളത്തിൽ ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയുന്നത് പോലത്തെ ഒരു പ്രയോഗമാണിത്. നമ്മുടെ ഉള്ളിലുള്ള ചില സ്വഭാവങ്ങൾ ഒരിക്കലും മാഞ്ഞു പോകില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. എല്ലിനുള്ളിൽ പിറവിയെടുത്തത് മാംസത്തിൻ്റെ പുറത്തേക്ക് പോകില്ല എന്ന രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. അല്ലെങ്കിൽ അത് ഒരിക്കലും നശിച്ചു പോകില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. ഈസ്, ആമ്, ആറ്, വോസ്, വെയറ് ഇതുപോലെയുള്ള വാക്കുകൾക്ക് ശേഷം വെർബ് ഉപയോഗിക്കേണ്ടപ്പോൾ 2 തരത്തിലുള്ള വെർബ് മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂ. ഒന്ന് വെർബിൻ്റെ ING ഫോമാണ്. മറ്റൊന്ന് വെർബിൻ്റെ V3 അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിളാണ്. ഈ 2 വെർബുകൾ മാത്രമേ ഈസ്, ആമ്, ആറ്, വോസ്, വെയറ് പോലെയുള്ള വാക്കുകൾക്ക് ശേഷം ഉപയോഗിക്കാൻ പറ്റൂ. അപ്പോൾ ഇവിടെ നമ്മുടെ മുമ്പിൽ 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ ബ്രീഡ് എന്ന് പറയുന്ന വാക്കിൻ്റെ V3 വേണം, അല്ലെങ്കിൽ ING വേണം. ഇവിടെ വാട്ട് ഈസ് ഡാഷ് ഇൻ ദ ബോൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലിനുള്ളിൽ പിറവിയെടുത്തത് എന്ന അർത്ഥത്തിൽ നമുക്ക് പറയേണ്ടപ്പോൾ അവിടെ V3 ആണ് വരേണ്ടത്. അതുകൊണ്ട് വാട്ട് ഈസ് ബ്രെഡ്, ഈ ബ്രീഡിൻ്റെ V3 ആയിട്ടുള്ള ബ്രെഡ്, BRED ആണ് നമുക്ക് വേണ്ടത്. ഇവിടെ വാട്ട് ഈസ് ബ്രീഡിങ് എന്ന് വന്നു കഴിഞ്ഞാൽ ശരിയാകില്ല. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇവിടെ പാസീവ് വോയിസ് ആണ് വേണ്ടത്. കണ്ടിന്യൂസ് ടെൻസിൽ ING ചേർത്ത് നമുക്ക് എഴുതുവാനായിട്ട് സാധിക്കില്ല. ഇനി അഞ്ചാമത്തെ ചോദ്യം. ദി അഡ്ജക്റ്റീവ് ഫോം ഓഫ് റിലക്റ്റൻസ് ഈസ് ഡാഷ്. റിലക്റ്റൻസ് എന്ന വാക്കിൻ്റെ അഡ്ജക്റ്റീവ് രൂപം എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. റിലക്റ്റൻസ് എന്ന് പറയുന്നത് നൗൺ ആണ്. മടി, ശങ്ക എന്നൊക്കെ അതിനർത്ഥം വരും. മടിയുള്ള എന്ന രീതിയിലേക്ക് അതിനെ നമ്മൾ മാറ്റുമ്പോൾ അത് അഡ്ജക്റ്റീവായിട്ട് മാറും. ആ അർത്ഥം വരുന്ന വാക്ക് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിതാണ് റിലക്റ്റൻറ്റ്.
ഇനി ആറാമത്തെ ചോദ്യം. ദ ചൈൽഡ് തിങ്കിങ് ഓൾ വാസ് സേഫ് ഡാഷ് ബ്രാക്കറ്റിൽ അറ്റംപ്റ്റ് ടു ക്രോസ് ദ റോഡ്. ഇനി ഇൻസ്ട്രക്ഷൻ ബ്രാക്കറ്റിലുണ്ട്. യൂസ് ദ കറക്റ്റ് ടെൻസ് ഫോം ഓഫ് ദ വെർബ് ഇൻ ബ്രാക്കറ്റ്സ്. ബ്രാക്കറ്റിലുള്ള വെർബിന്റെ ശരിയായ ടെൻസ് ഫോം ഉപയോഗിക്കാനാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. ഇവിടെയും അർത്ഥം അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എങ്കിലും നമുക്കൊന്ന് പറഞ്ഞേക്കാം. ദ ചൈൽഡ്, കുട്ടി, തിങ്കിങ് ഓൾ വാസ് സേഫ്, എല്ലാം സേഫ് എന്ന് കരുതി, ഡാഷ് ടു ക്രോസ് ദ റോഡ്, റോഡ് ക്രോസ് ചെയ്യാൻ നോക്കി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട നമുക്ക് വേണ്ട പോയിന്റ് അല്ലെങ്കിൽ ഹിന്റ് എന്ന് പറയുന്നത്, നോക്കുക, തിങ്കിങ് ഓൾ വാസ് സേഫ്, വാസ് എന്ന് പറയുന്നതാണ്. ഈസ് അല്ല, വാസ് ആണ് വന്നിരിക്കുന്നത്. വാസ് എന്ന് പറയുന്നത് പാസ്റ്റ് ആണ് എന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മളിവിടെ തന്നിരിക്കുന്ന വെർബ്, ബ്രാക്കറ്റിൽ തന്നിരിക്കുന്ന വെർബ് അറ്റംപ്റ്റ് ആണ്. അതിൻ്റെ പാസ്റ്റ് ആണ് എടുത്ത് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നോക്കുക, ദ ചൈൽഡ് തിങ്കിങ് ഓൾ വാസ് സേഫ് അറ്റംപ്റ്റഡ് ടു ക്രോസ് ദ റോഡ്. ഇങ്ങനെ വരും ആൻസർ. ഇനി ഏഴാമത്തെ ചോദ്യം. ദ വേർഡ് ഇൻട്രിക്കേറ്റ് ഈസ് സിനണിം ഫോർ ഡാഷ്. വീണ്ടും മറ്റൊരു സിനണിമാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഇൻട്രിക്കേറ്റ് എന്ന വാക്ക് ഏത് വാക്കിൻ്റെ സിനണിം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻട്രിക്കേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സങ്കീർണമായ എന്നൊക്കെയാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉത്തരം കിട്ടും. കോംപ്ലക്സ് അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ്, നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം. ഇനി എട്ടാമത്തെ ചോദ്യം. ഐ എം ഹാവിങ് സം ട്രബിൾ വർക്ക് ഔട്ട് ദ സൊല്യൂഷൻ ടു ദിസ് ഇക്വേഷൻ. ബ്രാക്കറ്റിൽ അണ്ടർലൈൻ ദി എറർ. തെറ്റ് വന്ന ഭാഗത്തിന് അണ്ടർലൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഐ എം ഹാവിങ് സം ട്രബിൾ, എനിക്ക് ചെറിയൊരു കുഴപ്പം, നമുക്ക് പ്രശ്നം വരുന്നു. വർക്ക് ഔട്ട് ദ സൊല്യൂഷൻ ടു ദിസ് ഇക്വേഷൻ, ഈ ഇക്വേഷൻ്റെ സൊല്യൂഷൻ വർക്ക് ഔട്ട് ചെയ്യുമ്പോൾ കണ്ടെത്തുന്ന സമയത്ത് എനിക്ക് പ്രശ്നം വരുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന സമയത്ത് എനിക്ക് പ്രശ്നം വരുന്നുണ്ടെന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഐ എം ഹാവിങ് ട്രബിൾ എന്നൊക്കെ പറയുമ്പോൾ അതിനുശേഷം ING വെർബാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇവിടെ തെറ്റെന്ന് പറയുന്നത് വർക്ക് ഔട്ട് എന്ന ഭാഗത്താണ്. വർക്ക് എന്ന ഭാഗത്താണ് തെറ്റ് വരുന്നത്. അപ്പോൾ വർക്കിംഗ് ഔട്ട് എന്നാണ് ശരിക്കും വേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. ഇവിടെ നമ്മൾ അങ്ങനെ എഴുതുകയല്ല ചെയ്യേണ്ടത്, അണ്ടർലൈൻ ചെയ്താൽ മാത്രം മതി. അപ്പോൾ വർക്ക് എന്ന ഭാഗത്തിന് അണ്ടർലൈൻ ചെയ്യുക. ഇനി ഒൻപതാമത്തെ ചോദ്യം. മിസ്റ്റർ പ്രിച്ചർഡ് ഹാസ് ബീൻ ടു സ്കോട്ട്ലൻഡ് റീസെൻ്റ്ലി, കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക്. എന്നിട്ട് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നു കംപ്ലീറ്റ് ദ സെൻറ്റൻസ് വിത്ത് എ ക്വസ്റ്റ്യൻ ടാഗ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ടാഗ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ ടാഗ് ആകുമ്പോൾ വളരെ എളുപ്പമാണ്. നമ്മുടെ സെൻറ്റൻസ് ഒന്നുകൂടെ നോക്കുക. മിസ്റ്റർ പ്രിച്ചർഡ് ഹാസ് ബീൻ ടു സ്കോട്ട്ലൻഡ് റീസെൻ്റ്ലി. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവിടെ ഓക്സിലിയറി വെർബ് വല്ലതും ഉണ്ടോ എന്ന് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓക്സിലിയറി വെർബ് ഉണ്ടോ? ഉണ്ട്. നമ്മുടെ ഓക്സിലിയറി വെർബ് ഹാസ് ആണ്. ആ ഹാസിനെ അങ്ങ് എടുക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പ്, ഇവിടെ നെഗറ്റീവ് വേർഡ്സ് വല്ലതും ഉണ്ടോ എന്ന് നോക്കുക. നോയോ, നോട്ടോ, അതുപോലെയുള്ള നണ്ണോ, നെവറോ, നത്തിങ്ങോ, ഈ രീതിയിലുള്ള ഏതെങ്കിലും നെഗറ്റീവ് വേർഡ് ഇവിടെ ഉണ്ടോ എന്ന് നോക്കുക. അങ്ങനെയുള്ള വാക്കുകളൊന്നുമില്ല. അപ്പോൾ ഹാസിൻ്റെ കൂടെ നോട്ട് ചേർക്കണം. പക്ഷെ നോട്ടെന്നല്ല ചേർക്കേണ്ടത്, നോട്ടിൻ്റെ ഷോർട്ട് ഫോം ഇൻഡ് എന്നുള്ളതാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഹാസ് ഇൻഡ് എന്ന് വരും. അതിനുശേഷം സബ്ജക്റ്റ് ആണ് നമുക്ക് എഴുതേണ്ടത്. ഇവിടെ സബ്ജക്റ്റ് വന്നിരിക്കുന്നത് മിസ്റ്റർ പ്രിച്ചർഡ് എന്നാണ്. അപ്പോൾ ഈ മിസ്റ്റർ പ്രിച്ചർഡ് ഒരു പേരായതുകൊണ്ട് നമുക്കത് എഴുതി കൊടുക്കാൻ സാധിക്കില്ല. പകരം അതിന് സമാനമായിട്ടുള്ള പ്രോനൗൺ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. എന്ന് പറയുമ്പോൾ മിസ്റ്റർ പ്രിച്ചർഡ് ആണായതുകൊണ്ട് ഹി എന്ന് നമ്മൾ കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഹാസ് ഇൻ ഹി എന്ന് വരും. ഇനി പത്താമത്തെ ചോദ്യം. ദൈവ് ഡാഷ് ദ മീറ്റിംഗ്, യൂസ് ദി അപ്രോപ്രിയേറ്റ് ഫ്രൈസൽ വെർബ്. ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്, ശരിയായ ഫ്രൈസൽ വെർബ് ഉപയോഗിക്കുക. അപ്പോൾ ദൈവ് ഡാഷ് ദ മീറ്റിംഗ്, അവർ മീറ്റിംഗ് ഡാഷ് ചെയ്തു എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി ഫ്രൈസൽ വെർബുകളുടെ അർത്ഥം അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കവിടെ കറക്റ്റായിട്ട് ഇത് ഉപയോഗിക്കാൻ സാധിക്കൂ. ഇവിടെ ഓപ്ഷനിൽ തന്നിരിക്കുന്ന ഫ്രൈസൽ വെർബ്സ് കോൾഡ് ഔട്ട്, കോൾഡ് ഇൻ, കോൾഡ് ബൈ, കോൾഡ് ഓഫ്. കോൾ ഔട്ട് എന്ന് പറയുമ്പോൾ സാധാരണ ഷൗട്ട് ചെയ്യുക എന്നുള്ള അർത്ഥമാണ് വരുന്നത്, വിളിച്ചു പോവുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. കോൾ ഇൻ എന്ന് പറയുമ്പോൾ സാധാരണ റിപ്പോർട്ട് ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം. എന്തെങ്കിലും ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആരെങ്കിലും സമൺ ചെയ്യിക്കുക, എന്തെങ്കിലും കാര്യത്തിന് വിളിച്ചു വരുത്തുക, സഹായത്തിന് വിളിച്ചു വരുത്തുക, ഇതൊക്കെയാണ് കോൾ ഇൻ എന്നുള്ളതിൻ്റെ അർത്ഥം വരുന്നത്. ഇനി അടുത്ത കോൾഡ് ബൈ എന്നുള്ളതാണ്. ഈ കോൾ ബൈ എന്നങ്ങനെ ഒരു ഫ്രേസൽ വെർബ് നോർമലി ഇല്ല. എന്താണ്, ആരാണ് വിളിച്ചതെന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് കോൾഡ് ബൈ എന്നൊക്കെ പറയുന്നത്. ഇനി ലാസ്റ്റ് കോൾ ഓഫ് എന്നുള്ളത്. ഈ കോൾ ഓഫ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ക്യാൻസൽ എന്നാണ്, അതായത് റദ്ദാക്കുക, ക്യാൻസൽ ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ വാക്കുകൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചേരുന്നത് കോൾ ഓഫ് എന്നുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാകും.
ദേവ് കോൾഡ് ഓഫ് ദ മീറ്റിംഗ്. അവർ മീറ്റിംഗ് ക്യാൻസൽ ചെയ്തു, മീറ്റിംഗ് റദ്ദാക്കി. ഇതാണ് ഇവിടെ ചേരുന്നത്. 2023 നടന്ന ഇംഗ്ലീഷ് ഫോർ കരിയർ എന്ന ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തുള്ള എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ആദ്യത്തെ ഭാഗമെന്ന് പറയുന്നത് ഈ 10 ചോദ്യങ്ങളാണ്. ഈ പറഞ്ഞ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്